പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫോക്കസ് ഏരിയ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ ഫോക്കസ് ഏരിയയിൽ നിന്നും രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം. മൗലികാവകാശങ്ങൾ എന്താണ്? മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്, അതേസമയം സാധാരണ അവകാശങ്ങൾ. അപ്പോൾ നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് സാധാരണ അവകാശവും മൗലികാവകാശവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് സാധാരണ അവകാശത്തേക്കാൾ കൂടുതൽ പ്രത്യേകത മൗലിക അവകാശത്തിനുള്ളത്? മൗലിക അവകാശം, എത്ര മൗലിക അവകാശങ്ങൾ നമുക്ക് വിഭാവന ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ സംരക്ഷണം എന്തിനുണ്ട്? മൗലിക അവകാശങ്ങൾക്ക് ഉണ്ട്. അതേസമയം സാധാരണ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓർഡിനറി ലോ ആണ്. പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ഓർഡിനറി ലോ. അപ്പോൾ എന്താണ് ഡിഫറൻസ്? ഓർഡിനറി ലീഗൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ഓർഡിനറി ലോ. ഉദാഹരണത്തിന് ഫിസിക്കൽ അസാൾട്ട് ഓൺ എ പേഴ്സൺ ബൈ അനദർ പേഴ്സൺ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഫിസിക്കൽ അസാൾട്ടോ എന്തോ ആവാം. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം എന്തിനുണ്ട്? മൗലിക അവകാശങ്ങൾക്കുണ്ട്. 6 മൗലിക അവകാശങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 6 മൗലിക അവകാശങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം. അതേസമയം സാധാരണ അവകാശങ്ങൾക്ക്, ഓർഡിനറി റൈറ്റിന് എന്തില്ല? ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രൊട്ടക്ഷൻ ഇല്ല. ഓർഡിനറി റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഓർഡിനറി പ്രോസസ് ഓഫ് ലോ മേക്കിംഗ്. ഓർഡിനറി പ്രോസസ് ഓഫ് ലോ മേക്കിങ്ങിലൂടെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റിൽ മാറ്റം വരുത്തണമെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി ചേഞ്ച് ഓൺലി ബൈ ദ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്. ഭരണഘടനയിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഈ മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഷെഡ്യൂൾസും പാർട്ടുകളുമെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇതൊക്കെ ഇൻട്രൊഡക്ഷനായിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിനകത്ത് അതുണ്ട്. ഇൻട്രൊഡക്ഷൻ ആൻഡ് സിലബസ് അനാലിസിസ്, അതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാം ഉണ്ട്. നമുക്ക് ഒന്ന് കാണാം കേട്ടോ. ദെൻ അറിയുന്നവർ കാണണ്ട, അറിയാത്തവർ പോയിട്ട് കാണും. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ, തുടക്കത്തിൽ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്ന് ഡിലീറ്റ് ചെയ്തതാണ്. അത് നമ്മൾ വഴിയെ പറയും. ഓക്കെ, അപ്പം പ്രസൻ്റ്ലി ദർ ആർ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കവറിങ് ആർട്ടിക്കിൾസ് 12 to 35 ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പം ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം പാർട്ടിലാണ്. അതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്നത്. ഓക്കെ, ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദ സപ്പോർട്ടിംഗ് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി ആസ് എ ഫോം ഓഫ് ഗവൺമെൻറ്, ആസ് എ വേ ഓഫ് ലൈഫ്. ഇതെന്താണ്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് പില്ലേഴ്സായിട്ടാണ് മൗലിക അവകാശങ്ങളെ അറിയപ്പെടുന്നത്. ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? നമുക്ക് ഉറപ്പ് നൽകുന്നു. ആര്? ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദ ജുഡീഷ്യറി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ദീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ. ഇതെന്താണ്? നീതിയുക്തമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ കാരണം ദേ ആർ എൻഫോഴ്സബിൾ ഇൻ ദ കോർട്ട് ഓഫ് ലോ.
നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീഷ്യബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ് നീതിയുക്തമാണ്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ ഹിസ്റ്ററിയിലോട്ടോ ബാക്ക്ഗ്രൗണ്ടിലോട്ടോ ഒന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ആ ഒരു ടോപ്പിക് കൂടെ നമുക്ക് നോക്കാം. അഥവാ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയൊരു പാരഗ്രാഫായിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. അല്ലെങ്കിലും ഫ്യൂച്ചേഴ്സും ചോദിക്കാം. ഫ്യൂച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് എഴുതാം. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ്, അതുപോലെ തന്നെ റിട്ടുകൾ, വകുപ്പുകളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധാപൂർവം പഠിക്കേണ്ടത്. അപ്പോൾ റിട്ടുകൾ നമ്മൾ വഴിയെ പറയും. അപ്പോൾ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാം. ഫ്യൂച്ചേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ദർ ആർ 5 ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒന്നാമത്തെ സവിശേഷത? ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്. ദെൻ തേർഡ് വൺ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ജസ്റ്റിഷ്യബിൾ. ഇറ്റ് ഈസ് ജസ്റ്റിഷ്യബിൾ. ദെൻ അമെൻറ്റബിൾ. ഇതെന്താണ്? അമെൻറ്റബിൾ ആണ്. ദെൻ പൊളിറ്റിക്കൽ ഇൻ ക്യാരക്ടർ. അപ്പോൾ ഇത് ജസ്റ്റിഷ്യബിൾ ആണ്. എങ്ങനെ ജസ്റ്റിഷ്യബിൾ ആണ്? എന്തുകൊണ്ടാണ് ജസ്റ്റിഷ്യബിൾ? അമെൻറ്റബിൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അമെൻഡ് ചെയ്യാം, ഏത് രീതിയിൽ അമെൻഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ ഇൻ ക്യാരക്ടർ, ലാസ്റ്റ് ഫ്യൂച്ചർ. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫ്യൂച്ചേഴ്സ്. മീൻസ് സവിശേഷതകൾ, മൗലികാവകാശത്തിൻ്റെ സവിശേഷതകൾ. ഫസ്റ്റ് ഫ്യൂച്ചറാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. The Constitution guarantees some of the rights to all persons irrespective of citizen or alliances. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ജനങ്ങളുടെ ഇടയിൽ ഫണ്ടമെൻ്റൽ റൈറ്റിന് ജനങ്ങൾക്കനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഇതൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ റൈറ്റുകൾ എല്ലാ വ്യക്തികൾക്കും ഈ ഒരു അവകാശങ്ങൾ. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റിന് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റുകളെല്ലാം എല്ലാവർക്കും എന്താണ്? ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റുകളാണ്. പക്ഷേ സം അതേഴ്സ് ആർ പ്രൊവൈഡഡ് ഓൺലി ടു സിറ്റിസൺസ് ഓഫ് അവർ കൺട്രി. ചില റൈറ്റുകൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, ദെൻ റിലീജിയൻ ഓർ റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എക്സെട്ര. ദെൻ അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, of assembly, of association, of movement, of residence, etc. Then cultural and educational rights are guaranteed to the minorities only. പക്ഷേ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത് ആർക്ക് മാത്രം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പറഞ്ഞിട്ടില്ല, അതിന് മുന്നേ ഫ്യൂച്ചേഴ്സ് പറഞ്ഞപ്പം അതിലെ ഈ ക്ലാസിഫിക്കേഷൻസ് പറയാൻ കേട്ടോ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ടു മൈനോറിറ്റീസ് ഓൺലി. അത് മൈനോറിറ്റീസിന് മാത്രം ഗ്യാരണ്ടി ചെയ്ത റൈറ്റാണ്, അത് വേറെ ആർക്കുമല്ല. അതേപോലെ മറ്റ് രണ്ട് രീതിയിൽ നമ്മൾ കുറച്ച് പറഞ്ഞു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ഒരു ഫ്യൂച്ചർ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ. ദെൻ സെക്കൻഡ് ഫ്യൂച്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്. ഇതെന്തല്ല? പരിപൂർണമല്ല, ഒരിക്കലും പൂർണ്ണമല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ് പുട്ട് എ നമ്പർ ഓഫ് റീസണബിൾ റെസ്ട്രിക്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, യുക്തിപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ദ ക്യാൻ ബി ഫർദർ റെസ്ട്രിക്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി? ദ സ്റ്റേറ്റ് മേ ഓൾസോ ഡിനേ സം ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ആംഡ് ഫോഴ്സസ്. അതുപോലെ നോട്ട് അബ്സല്യൂട്ട് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു സസ്പെൻഡ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക്, ഇന്ത്യൻ പ്രസിഡൻറ്റിന് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അതർ ഫണ്ടമെൻ്റൽ റൈറ്റ്. മറ്റെന്തെങ്കിലും ഒന്ന് എൻഫോഴ്സ് ചെയ്യാൻ ഏത് സന്ദർഭത്തിൽ? പീരിയഡ് ഓഫ് നാഷണൽ എമർജൻസി. പക്ഷേ ഈ സമയത്ത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഒഴികെ ജീവിക്കാനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒഴികെയുള്ള അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ
രാജ്യത്ത് അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 19 ഉൾപ്പെടെയുള്ള സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമാർക്കുണ്ട്? ഇന്ത്യൻ പ്രസിഡൻറ്റിനുണ്ട്. ദെൻ അനദർ ഫ്യൂച്ചർ, തേർഡ് വൺ, ജസ്റ്റിഷ്യബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണ്? ജസ്റ്റിഷ്യബിൾ ആണ്. ജസ്റ്റിഷ്യബിൾ ആണ് എന്ന് പറയാൻ കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സബിൾ ബൈ കോർട്ട്. കോടതിയാൽ എൻഫോഴ്സബിൾ ആണ്. ദ കോർട്ട് ഡിറ്റർമൈൻ വെദർ ദ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഈസ് റീസണബിൾ ഓർ നോട്ട്. കോടതിക്ക് തീരുമാനിക്കാം. നമ്മുടെ അവകാശം നിഷേധിച്ചാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. കോടതി തീരുമാനിക്കും. If the fundamental right of any person is violated, he can approach the Supreme Court under Article 32 and the High Court under Article 226 for their enforcement. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മൗലികാവകാശം വയലേറ്റ് ചെയ്യപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ സമീപിക്കാൻ ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതിയെ സമീപിക്കാൻ ആർട്ടിക്കിൾ 226 226 ഓർക്കുക. അപ്പോൾ ഹൈക്കോർട്ട് 226ഉം സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 32ഉം ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒബ്ജക്റ്റീവിലൊക്കെ. അപ്പം വകുപ്പ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. ഏത് സമയത്ത്? നമ്മുടെ അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്. Then under Article 32 the Constitution makes the Supreme Court the guardian of fundamental rights. And ഈ Article 32 makes the Supreme Court guardian of fundamental right. ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഗാർഡിയനായിട്ട് സുപ്രീം കോടതിയെ അറിയപ്പെടുന്ന വകുപ്പും ഈ വകുപ്പിന് കീഴിലാണ്. ആർട്ടിക്കിൾ 32ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആർട്ടിക്കിൾ 32ൻ്റെ കീഴിലാണ് നമുക്ക് റിറ്റ്സും വരുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് ഫ്യൂച്ചറാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അമെൻഡബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഭേദഗതി ചെയ്യാം. ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ നോട്ട് sacrosanct in the sense that they are subject to amendment by the Parliament. By an amendment, the Parliament can reduce, restrict or take away a right from Part 3rd. For example, 44th Amendment Act. 44th Amendment Act, important point, 44th Amendment Act 1979 എന്നാണ് 44ാം ഭേദഗതി 1979 നടപ്പിലാക്കിയത്. ഡിലീറ്റഡ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ കാറ്റഗറി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ആദ്യം മൗലികാവകാശങ്ങൾ 7ആയിരുന്നു. 7ാമത്തേത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന റൈറ്റ് 44th അമെൻമെൻറ്റ് പ്രകാരം 1979 എന്ത് ചെയ്തത്? ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞത്. പ്രസൻ്റ്ലി റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ എ. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് അമെൻഡബിൾ ആണ്. അപ്പോൾ നമുക്കിത് അമെൻഡ് ചെയ്യാം. എങ്ങനെ അമെൻഡ് ചെയ്യാം? കോടതിയിലൂടെ മാത്രം, കോടതിയിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ, ഭരണഘടനാ നിയമപ്രകാരം മാത്രം, അമെൻമെൻറ്റ് പ്രോസസ്സിലൂടെ മാത്രമേ ഇത് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ മാറ്റം വരുത്തിയതാണ് ഒരു പ്രാവശ്യം റൈറ്റ് ടു പ്രോപ്പർട്ടി ഇതിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫ്യൂച്ചർ പൊളിറ്റിക്കൽ ഇൻ ക്യാരക്ടർ. ഫണ്ടമെൻ്റൽ റൈറ്റിന് രാഷ്ട്രീയ സ്വഭാവമാണ്. പൊളിറ്റിക്കൽ ഇൻ ക്യാരക്ടർ ചാപ്റ്റർ on fundamental rights does not guarantee economic right like right to work, leisure, social security in the event of disablement, etc. The rights are included in the directive principles of state policy, which is not justiciable. Political democracy without economic democracy is meaningless. Fundamental right ne political character aanu. Then these are the important features of fundamental right. എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ, നോട്ട് അബ്സല്യൂട്ട്, ജസ്റ്റിഷ്യബിൾ, അമെൻഡബിൾ, പൊളിറ്റിക്കൽ ഇൻ ക്യാരക്ടർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിനെ കുറിച്ച് ഏകദേശം ഒരു രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്, അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളും. ഇനിയാണ് ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻ ദ പാർട്ട് ഓഫ് 3rd പ്രൊവൈഡ് 6 categories of fundamental right. എത്ര കാറ്റഗറി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതേതൊക്കെയാണ്? അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പം ആ വീഡിയോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഉടനെ തന്നെ
അടുത്ത വീഡിയോയുമായിട്ട് കാറ്റഗറീസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. വിഷ് യു ആൾ ദ ബെസ്റ്റ്.